ഹായ് ഫ്രണ്ട്സ്, ഒരു NPTEL കോഴ്സിന് എങ്ങനെ എൻറോൾ ചെയ്യാം, അതുപോലെ തന്നെ മെൻറ്റർ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളത് നമ്മൾ വെബിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മൊബൈൽ ആപ്പിലൂടെ നമ്മൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെബിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ലോക്കൽ ചാപ്റ്റർ കോഴ്സിന് എങ്ങനെ എൻറോൾ ചെയ്യാം, മെൻറ്റർ എങ്ങനെ സെലക്ട് ചെയ്യുക, എക്സാം രജിസ്റ്റർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ, ടൈം ലൈന്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. നമ്മൾ ലോക്കൽ ചാപ്റ്റർ നോബിൾ വുമൻസ് കോളേജ് മഞ്ചേരി, ഇതൊക്കെയാണ്. ID 6167 അപ്പോൾ അതെന്ത് ചെയ്യുക, എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കോഴ്സിന് എൻറോൾ ചെയ്യുന്ന സമയത്ത് ലോക്കൽ ചാപ്റ്റർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ എങ്ങനെ നമ്മൾ പറഞ്ഞതിന് 2 രൂപത്തിൽ ചെയ്യാം. വെബ് രൂപത്തിലും, വെബിലൂടെയും ചെയ്യാം, മൊബൈൽ ആപ്പിലൂടെയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊബൈൽ ആപ്പിൻ്റെ ഐക്കൺ ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ. അപ്പോൾ എങ്ങനെ മൊബൈൽ ആപ്പിലൂടെ ചെയ്യാം, നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സ്വയം NPTEL ഓൺലൈൻ കോഴ്സസ് ആപ്പ് എന്ന് കൊടുക്കുക. അപ്പോൾ എന്തുണ്ടാവും, വരും. അതിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ വരും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇമേജ് പോലെ ആയിരിക്കും വരിക. അതിലെന്ത് ചെയ്യുക, ചെക്ക് ബോക്സ് ഇട്ടിട്ട് സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക. തൊട്ടിപ്പുറത്ത് 3ാമത്തെ ഇമേജ് പോലെ വരും. ഓക്കെ. അപ്പോൾ അവിടുന്നും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മെയിൽ ID കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കും കേട്ടോ. അത് പ്രകാരം നമ്മൾ ഫോണിലുണ്ടാവുമല്ലോ നമ്മളെ മെയിൽ ID പ്രകാരമാണ് ഇതിലോട്ട് കയറുക. ഇനിയിപ്പോൾ വെബിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിൽ ID നമുക്ക് എന്ത് ചെയ്യുക, ആപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അതേപോലെ തന്നെ ആപ്പിൽ ചെയ്ത കാര്യങ്ങളൊക്കെ വെബിലും കിട്ടും കേട്ടോ. അപ്പം എന്ത് ചെയ്യാം, ഇതിൽ കണ്ടില്ലേ, കോഴ്സ് കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. കോഴ്സ് സെർച്ച്, കോഴ്സ് കാറ്റലോഗ്. നമ്മൾ പേരറിയിച്ചെങ്കിൽ കോഴ്സ് സെർച്ച് നിലയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ അങ്ങനെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ കോഴ്സ് കാറ്റലോഗിൽ പോവാം. അപ്പോൾ അവിടെ കാറ്റഗറീസ് വരും. കുറച്ചും കൂടി വിസിബിൾ ആയിട്ടുള്ള ഐക്കൺസ് ആയിട്ടാണ് വരിക. അപ്പം ഇതിൽ ഒരു കോഴ്സ് ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ എന്ത് ചെയ്യാം, എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതിൽ എന്ത് ചെയ്യാം, ഹ്യൂമാനിറ്റീസ് ആൻഡ് ആർട്സ് എന്നുള്ളതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സബ് കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യുക, ഹ്യൂമാനിറ്റീസ് ആൻഡ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഏതാണെന്നുള്ള ഓപ്ഷൻസ് വരും. അതിലേതെങ്കിലും ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കംപ്ലീറ്റ് കോഴ്സസിൻ്റെ ലിസ്റ്റാണ് വരിക. അപ്പോൾ അതിൽ ഒരു കോഴ്സിൻ്റെ ഈ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാം, ആ കോഴ്സിലോട്ട് പോവാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ആയിരിക്കും വരിക. അതിൽ കോഴ്സിന് ജോയിൻ ചെയ്യാൻ നേരെ ഈ ജോയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ കഴിയും. അതിൻ്റെ ഡ്യൂറേഷന്, എത്ര ക്രെഡിറ്റ് ആണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ്, ആരെ ക്ലാസ് എടുക്കുന്നത്, പ്രീവിയസ് വീഡിയോസാണ് മുകളിലൊക്കെ കാണുന്നതൊക്കെ നോക്കാം. അത് കഴിഞ്ഞ ശേഷം ജോയിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെബിൽ പറഞ്ഞ അതേപോലെ തന്നെ പേര്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ ലോക്കൽ ചാപ്റ്റർ ചോദിക്കുന്നുണ്ട്, യെസ് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, നോബിൾ വുമൻസ് കോളേജ് മഞ്ചേരി, ബ്രാക്കറ്റിൽ 6167. ഈ ID നമ്മൾ ഓർത്ത് വെക്കണം. പിന്നെ യൂണിവേഴ്സിറ്റി നമ്മൾക്ക് സെലക്ട് ചെയ്യാം. അപ്ഡേറ്റ് ആൻഡ് ജോയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വരും. അപ്പോൾ ഡാഷ്ബോർഡിൽ ഇവിടെ നോക്കിയേ, അപ്കമിങ് കോഴ്സസ് എന്നില്ല, അവിടെ 1 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്താൽ, അപ്പോൾ ആ അപ്കമിങ് കോഴ്സസ് എന്നില്ല ആ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇതിലോട്ടാണ് വരിക. അപ്പോൾ ഇതിൽ കണ്ടോ, പൈത്തൺ ഫോർ ഡാറ്റ സയൻസ് എന്നുണ്ടാവും. അതിൽ തുറന്നു കഴിഞ്ഞാൽ ഈ 3ാമത്തെ ഇമേജ് പോലെ ആയിരിക്കും വരിക. അപ്പോൾ എന്ത് ചെയ്യാം, അതിൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന വെച്ചെങ്കിൽ താഴെ ബട്ടൺ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പേയ്മെൻറ്റ് നടത്തുന്ന വെച്ചെങ്കിൽ ക്ലിക്ക് ചെയ്യാറെന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് നടത്താം. ഇപ്പോൾ കണ്ടോ, ഗോ ടു കോഴ്സസ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കോഴ്സസിൻ്റെ അങ്ങോട്ട് പോകാൻ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ കോഴ്സ് നമ്മൾ എൻറോൾ ചെയ്തില്ല, ഇനി നമുക്ക് മെൻറ്ററെ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ മെനുവിൽ ഇവിടെ എന്ത് ചെയ്യാം, ഗോ ടു കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്തുണ്ടാവും, നമ്മളെ ഈ കോഴ്സസിൻ്റെ ഇവിടെ വരും. ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്കമിങ് കോഴ്സസ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സസ് വരും. അത് ഈ കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവൻ്റ് വരും. അതിൽ ഈ ഗോ ടു കോഴ്സസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വരും. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, മുകളിൽ 3 വരെ കണ്ടില്ല മെനു, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെന്യൂസാണ് വരിക. അതിലുണ്ടായിരിക്കും മെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. ആ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഏതാണ് മെൻറ്റർ, എന്തൊക്കെ മെൻറ്റേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ ആ മെൻറ്റേഴ്സിനെ അവിടെ കാണിക്കും. അതിന് സെലക്ട് ചെയ്തിട്ട് സെറ്റ് മെൻറ്റർ എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മൾ മെൻറ്റർ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. അങ്ങനെയാണ് ഒരു മെൻറ്ററെ നമ്മൾ സെലക്ട് ചെയ്യുക. എക്സാമിന് രജിസ്റ്റർ ചെയ്യൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ആ അപ്കമിങ് കോഴ്സസിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളെ കോഴ്സ് ഇവിടെ വരുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ വിൻഡോ വരുന്നു. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ രജിസ്റ്റർ ഫോർ എക്സാം എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ. ടൈം ലൈന് ഇതാണ്. നമ്മൾ വെബിൽ പറഞ്ഞതേപോലെ തന്നെ ഫസ്റ്റ് സെറ്റിലാണ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ. ഇപ്പോൾ ഈ മാസം 28-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്,
എക്സാം കോഴ്സിന് എൻറോൾമെൻറ്റിൻ്റെ ഡേറ്റ് കഴിയുക. പക്ഷേ എക്സാം രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 11 വരെ ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ഇതേ കോഴ്സിന് എൻറോൾ ചെയ്യുക. മെൻറ്ററെ സെലക്ട് ചെയ്യുക. മെൻറ്ററിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻറ്റർക്കിന് മെൻറ്റീസിനെ കാണാൻ കഴിയും. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് പറയാം, നിങ്ങൾക്ക് അവർ ഓർമ്മപ്പെടുത്തി തരും. അപ്പോൾ എന്തുണ്ടാവും, ഈ ഒന്നും മറന്നു പോവാതെ പല കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ കുട്ടികൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ഡേറ്റ് അറിയാതെ പോവുകയും ചെയ്തിരിക്കുന്നത്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെൻറ്ററെ സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കോഴ്സിന് എൻറോൾ ചെയ്യണം. ഒരു കോഴ്സൊക്കെ നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യണം. ബാക്കിൽ വരുന്ന കുട്ടികളൊക്കെ ഇനി ഒരുപാട് ഓൺലൈൻ കോഴ്സസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ കോഴ്സ് ചെയ്യണം. ഈ ക്രെഡിറ്റ് FIUGP സ്റ്റുഡൻസിന് ഇത് ഉപകാരപ്പെടും. ക്രെഡിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരും, ABCIDയിലോട്ട്. അത് ഉപകരിക്കും. എന്തായാലും കോഴ്സിന് എൻറോൾ ചെയ്യണം. ഓക്കെ, ഈ 28-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എൻറോൾ ചെയ്യാൻ ഫസ്റ്റ് സെറ്റിൻ്റെത്. അപ്പോൾ എല്ലാവരും കോഴ്സിന് എൻറോൾ ചെയ്യണം. ഓക്കെ, താങ്ക് യു.